കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. അതിൻ്റെ കൊടുമ്പിരി കൊണ്ട പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ തെരഞ്ഞെടുപ്പിന് മറ്റു ചില പ്രത്യേകതകൾ കൂടിയുണ്ട് എന്നുള്ളതും എൻ്റെ പ്രേക്ഷകർക്കറിയാം. കാരണം 10 കൊല്ലമായി പിണറായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ വലിയ തോതിലുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി വികാരങ്ങളില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 57-58 സീറ്റുകളിലേക്ക് ഇടതുപക്ഷത്തിന് മുന്നേറ്റമുണ്ടാക്കാൻ സാധിച്ചു. അപ്പോൾ ഒരു 10-12 സീറ്റുകൾ അല്ലെങ്കിൽ 13 സീറ്റുകളിലേക്ക് വളരെ കൃത്യമായി അവരുടെ ഒരു പ്രോ ഇൻകുംബൻസിയുള്ള MLA-മാരുടെ ബലത്തിൽ തന്നെ ജയിക്കാൻ പറ്റിയാൽ 10, 25, 30 സീറ്റുകൾ ചിലപ്പോൾ നഷ്ടപ്പെട്ടേക്കാം. കഴിഞ്ഞോണം മേടിച്ചിട്ടുള്ള 99 സീറ്റുകളൊന്നും കിട്ടാൻ സാധ്യതയില്ല. പക്ഷെ അങ്ങനെ നഷ്ടപ്പെട്ടാൽ പോലും യഥാർത്ഥത്തിൽ LDFന് ജയിക്കാൻ കഴിയും എന്ന് പറയുന്ന ഒരു പ്രതീതി ഇവിടെ ഉണ്ട്. അതായത് ഒരു ക്ലീൻ സ്വീപ്പ് ആർക്കെങ്കിലും ഉണ്ടാകും എന്ന് പറയുന്ന ഒരു ധാരണകളൊന്നുമില്ല. നിരവധി സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ മെട്രിക്സ് സർവേനെ കുറിച്ച് അടുത്തൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആരാണ് അജണ്ട സെറ്റ് ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ നമ്മൾ വളരെ സൂക്ഷ്മമായി നോക്കിയാൽ ബിരിയാണി ചെമ്പും അതുപോലെയുള്ള മറ്റു പല പ്രധാനപ്പെട്ട പ്രശ്നങ്ങളൊക്കെ വന്നെങ്കിൽ പോലും ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്നത്, ജനങ്ങൾ കൂടുതലായി ചർച്ച ചെയ്തത് എന്താണ് എന്നുള്ളത് നോക്കിയാൽ, മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് ഏതാണെന്ന് നോക്കിയാൽ അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളതനുസരിച്ചിട്ടാണ് തെരഞ്ഞെടുപ്പുകൾ വരാറ്. ഇപ്പോൾ 2024 തെരഞ്ഞെടുപ്പിൽ, 2019 തെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് നടന്ന 2014 തെരഞ്ഞെടുപ്പിലും അത്തരത്തിൽ ഓൾ ഇന്ത്യ ലെവലിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ അത്തരത്തിൽ അജണ്ട സെറ്റ് ചെയ്യാൻ വേണ്ടി വളരെ കൃത്യമായിട്ട് BJPക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം 2024 വരുമ്പോൾ BJP സെറ്റ് ചെയ്യാൻ ശ്രമിച്ച അജണ്ട എന്ന് പറയുന്നത് അയോധ്യയിലെ രാമക്ഷേത്രവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉദ്ഘാടനവും അതുപോലെ പൂജകളും ഒക്കെ ഉയർത്തിക്കൊണ്ട് ഇന്ത്യ മുഴുവനുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അത് നടന്നില്ല. അത് പൊളിഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് ഇന്ത്യയിലെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളാണ്. യഥാർത്ഥത്തിൽ മുഖ്യധാര മാധ്യമങ്ങളെക്കാളൊക്കെ തന്നെ ഈ മുഖ്യധാര മാധ്യമങ്ങളെയൊക്കെ തന്നെ പരമ്പരാഗത മാധ്യമങ്ങളൊക്കെ തന്നെ മോദിയും അതുപോലെ തന്നെ കൂട്ടരുമൊക്കെ തന്നെ കൈവശപ്പെടുത്തിയിരുന്നു എന്ന് നമുക്കറിയാം. ഗോദി മീഡിയ എന്നാണ് അവർ അറിയപ്പെട്ടുകൊണ്ടിരുന്നത് എന്ന് നമുക്കറിയാം. പക്ഷേ ഈ തരത്തിലുള്ള അതേസമയം ധ്രുവറാത്തിയെ പോലെയുള്ള, ആകാശ് ബാനർജിയെ പോലെയുള്ള, രവീഷ് കുമാറിനെ പോലെയുള്ള നിരവധി, ഞാൻ പറയുന്നത് പേരെണ്ണിയാൽ ഒടുങ്ങാത്തത്ര നിരവധി യൂട്യൂബേഴ്സ് അതിഗംഭീരമായിട്ടുള്ള വീഡിയോകൾ ചെയ്യുകയും അതിന് കോടിക്കണക്കിന് 5 കോടിയും 15 കോടിയും ഒക്കെ ആളുകളിലേക്ക് റീച്ച് ഉണ്ടാവുകയും ധ്രുവറാത്തിയൊക്കെ അതൊരു ക്യാമ്പയിനായി തന്നെ എടുത്തുകൊണ്ട് 100 കോടി ആളുകളിലേക്ക് എത്തിക്കണം എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവൃത്തിയും ഒക്കെ ചെയ്തു. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളുടെ അജണ്ടകളിലേക്ക് നരേന്ദ്രമോദിക്ക് വരേണ്ടി വരികയും നിങ്ങൾ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം അവരുയർത്തുന്ന വാദങ്ങൾക്കൊക്കെ തന്നെ മറുപടികൾ പറയേണ്ട അവസ്ഥയിലേക്കുമൊക്കെ തന്നെ നരേന്ദ്രമോദി എത്തിയിരുന്നു. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം പോലും അത്ര നന്നായി പെർഫോം ചെയ്തിരുന്നില്ല. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഞാൻ വളരെ കൃത്യമായി പ്രവചിച്ച ഒരാളാണ്. ആ പ്രവചിക്കുമ്പോൾ തന്നെ BJPക്ക് സീറ്റ് കുറയും എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. പക്ഷേ NDA തന്നെ ഭരിക്കും എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കോൺഗ്രസ് വലിയ നേട്ടമുണ്ടാക്കും എന്ന് പറഞ്ഞിരുന്ന ഒരാളാണ്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചത് ഇപ്പോഴും അതിൻ്റെ ഇൻ്റർവ്യൂ ക്രൈം ഓൺലൈനിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം സംഭവിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ആരാണ് അജണ്ട സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ്. ഇത്തവണ നമ്മുടെ കേരള തെരഞ്ഞെടുപ്പിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ഒരു അജണ്ട സെറ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത്. ആ അജണ്ട സെറ്റ് ചെയ്യുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മൾ സെറ്റ് ചെയ്യുന്ന അജണ്ട വളരെ കൃത്യമായി അത് നമുക്ക് അനുകൂലമാകുന്ന ഒരു സബ്ജക്റ്റ് ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണ്. ഇപ്പം നമ്മൾ പല ചാനൽ ചർച്ചകളൊക്കെ എടുത്തു വെച്ച് നോക്കിയാൽ ചിലരൊക്കെ ഗംഭീരമായി പെർഫോം ചെയ്യുന്നത് അവരുടെ ആ സബ്ജക്റ്റും ആ വിഷയവും തീർച്ചയായിട്ടും അവർക്ക് അനുകൂലമായിരിക്കും എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് PP ദിവ്യയുടെ ചർച്ച നടക്കുമ്പോൾ CPMന് അത്ര നന്നായി പെർഫോം ചെയ്യാൻ കഴിയില്ല, അത്ര മികച്ച ആളുകളാണെങ്കിൽ പോലും. അതേപോലെ തന്നെ മറ്റു പല കൊലപാതകങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഇപ്പോൾ SFIക്കാരനൊക്കെ കൊല്ലപ്പെടുന്ന കേസാണെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയ്ക്ക് പലപ്പോഴും കോൺഗ്രസ്സുകാർക്കൊന്നും കൃത്യമായിട്ട് പെർഫോം ചെയ്യാൻ കഴിയണമെന്നില്ല. അല്ലെങ്കിൽ ഒരു വലിയ അഴിമതി ആരോപണം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ വയനാട്ടിലെ പുനരധിവാസം സംബന്ധിച്ച് നിങ്ങൾ പിരിച്ച പണം എവിടെ എന്ന് ചോദിച്ചൊരു ചർച്ച വെച്ചാൽ അതിലൊന്നും കൃത്യമായിട്ട് കോൺഗ്രസ്സിന് വലിയ ഉത്തരം പറയാനുണ്ടാവില്ല. അപ്പോൾ പലപ്പോഴും ഓരോ അജണ്ട സെറ്റ് ചെയ്യുമ്പോൾ അത് അവരവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു അജണ്ടയായിരിക്കും സെറ്റ് ചെയ്യുക. കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അങ്ങനെ ഒരു അജണ്ട സെറ്റ് ചെയ്യാനുള്ള ശ്രമം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ നടത്തിയിരുന്നു. അത് സുനിൽ കരകോലുവിൻ്റെ ഒക്കെ അഡ്വൈസ് പ്രമാണിച്ചായിരിക്കും, അല്ലെങ്കിൽ അത് ഉപദേശം സ്വീകരിച്ചിട്ടായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് ഡീൽ ആരോപണമാണ്. എന്താണ് ഈ ഡീൽ ആരോപണം എന്ന് പറഞ്ഞാൽ 10ഓളം വരുന്ന മണ്ഡലങ്ങളിൽ BJPയെ ജയിപ്പിക്കാമെന്ന് CPMമായിട്ടൊരു ധാരണയുണ്ടെന്നും 10 മണ്ഡലങ്ങളിൽ അങ്ങനെ BJPയെ ജയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ യഥാർത്ഥത്തിൽ ബാക്കിയുള്ള എല്ലാ മണ്ഡലങ്ങളിലും തന്നെ അവരുടെ വോട്ടുകൾ CPMനും അതുപോലെ LDFനും കൂടി കിട്ടും എന്നാണ് ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കാര്യം.
ഇത് വളരെ ഈസിയായി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. കാരണം പെട്ടെന്ന് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടാർഗറ്റാണ്, അങ്ങനെ പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. കാരണം പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള നേരത്തെ തന്നെ CJP എന്ന് പറയുന്ന ഒരു ആരോപണമൊക്കെ തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ വന്ന് ഉയർത്തുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് നേരത്തെ തന്നെ ഞാൻ വിചാരിച്ചതാണ് അത്തരത്തിലുള്ള ഒരു അജണ്ട ആയിരിക്കും LDF UDF സെറ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രാരംഭ നടപടിയായിട്ടാണ് പുതുക യാത്രയുടെ അവസാനം വന്ന് രാഹുൽ ഗാന്ധി ഇത്തരത്തിൽ ഒരു വലിയ പ്രചരണം നടത്തിയിട്ടുള്ളത്. അതായത് CJP ആണ് ഇവിടെ ഭരിക്കുന്നത്, BJPയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ചേർന്നിട്ടുള്ള CPM ചേർന്നിട്ടുള്ള LDFും ചേർന്നിട്ടുള്ള ഒരു മുന്നണിയാണ് എന്ന് പറയുന്നൊരു പ്രചരണം. അപ്പോൾ അതിൻ്റെ രണ്ടാം ഫേസായിട്ട് ഇതിനെ കണ്ടാൽ മതി. പക്ഷേ അതിൽ പാലക്കാട് എന്തുകൊണ്ട് ഫലിക്കില്ല എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ഇന്നലത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാരണം ഇത് വരുമ്പോൾ സംഭവിക്കാൻ സാധ്യതയുള്ള രണ്ട് കാര്യങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഒരു മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ കണക്കൂട്ടൽ. അതായത് ഒരു 29 മുതൽ 32% വരെയുള്ള മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷൻ കൃത്യമായിട്ടുണ്ടായാൽ പിന്നെ ഏതാനും ചില വോട്ടുകൾ കൂടി മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ വലിയൊരു ക്ലീൻ സ്വീപ്പ് തന്നെ ഉണ്ടാവും. വളരെ എളുപ്പത്തിൽ ജയിച്ച് കയറാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റി വൈസ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ഇക്വേഷൻസിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യം യഥാർത്ഥത്തിൽ ഈസിലി നടപ്പിലാക്കാം എന്നാണ് വിചാരിച്ചത് കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ്സിന് തെറ്റുപറ്റിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം സുനിൽ കനകോലുവിനൊക്കെ പോലും കേരള രാഷ്ട്രീയത്തെക്കുറിച്ചോ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചോ ഒന്നും വേണ്ടത്ര ധാരണകളില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് പറഞ്ഞ് തുടങ്ങിയതേ മാത്രമേ ഓർമ്മയുള്ളൂ. നിങ്ങളൊക്കെ വളരെ കൃത്യമായി കണ്ടിട്ടുണ്ടെങ്കിൽ ബി ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന BJPയുടെ ആളുകൾ തിരിച്ചു പറഞ്ഞു, ഞങ്ങളായിട്ടല്ല ഡീലുള്ളത്, UDFും ജമാഅത്തെ തമ്മിലാണ് ഡീൽ എന്നുള്ളത് പറഞ്ഞു. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കൃത്യമായിട്ട് തൊട്ടിപ്പുറത്ത് ഹിന്ദു വോട്ട് ബാങ്കുകൾ കൺസോളിഡേറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കലാണ്. അപ്പോൾ ഇത് രണ്ടും തന്നെ സംഭവിച്ചിരിക്കുന്നു. കൂടാതെ ഇന്ന് രാജീവ് ചന്ദ്രശേഖർ വന്ന് പറഞ്ഞേക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത് ഇന്ത്യയിൽ 1% പോലും സാധ്യതയില്ലാത്ത ഒരാൾ വിശ്വസിക്കാത്തൊരു കാര്യമാണ്. കാരണം കേരളത്തിന് പുറത്ത് ഈ പറയുന്ന UDFും അതുപോലെ തന്നെ LDFും ഒക്കെ ഒരുമിച്ച് ഭരിക്കുന്നവരാണ്, CPM കോൺഗ്രസും ഒക്കെ ഒരുമിച്ച് തെരഞ്ഞെടുപ്പിന് നേരിടുന്നവരാണ്. അതുകൊണ്ട് ഇതിനകത്ത് സാധ്യതകളില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ UDF വളരെ കൃത്യമായി നോക്കുന്നത് ഈ പറയുന്ന മുസ്ലിം വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷനും BJP നോക്കുന്നത് ഹിന്ദു വോട്ട് ബാങ്കുകളുടെ കൺസോളിഡേഷനുമാണ്. അപ്പോൾ ഇതിൽ പെട്ട് യഥാർത്ഥത്തിൽ CPM വലിയ പ്രതിസന്ധിയിലായി പോകും എന്നാണ് വിചാരിച്ചിരുന്നതെങ്കിൽ അവർക്ക് തെറ്റിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് വലിയ തോതിൽ ബാധിക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും UDFനെയും പ്രതിപക്ഷത്തിനെയും തന്നെയായിരിക്കും. അത് തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒന്ന്, ജനത്തിന് ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമൊന്നുമില്ല. കാരണം ജനം കുറച്ചുകൂടി വികസനവും അതുപോലെ തന്നെ അവർക്കുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുമ്പോഴാണ് ഏപ്രിലിന് മുമ്പായിട്ട് തന്നെ 2 ഗഡു പണം, ഈ പറയുന്ന ഏപ്രിൽ മാസത്തെ ഉൾപ്പെടെ മുൻകൂട്ടി പണം സാമൂഹ്യക്ഷേമ പെൻഷനുകൾ ഗവൺമെൻറ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നുള്ളത് അറിയണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യം കൂടി ഉണ്ടാകുമ്പോൾ ഇത് വലിയ തോതിൽ ചർച്ചയാവാൻ സാധ്യതയില്ല. ഇനി ചർച്ചയായാൽ തന്നെ CPM വലിയ പ്രതിരോധം ഉയർത്തും. അവരുടെ മെഷീനറി വളരെ സ്ട്രോങ് ആണ്. കാരണം അവരുടെ ക്യാമ്പയിൻ മെറ്റീരിയൽസും അവരുടെ ക്യാമ്പയിനോടൊപ്പം എത്താൻ UDFന് ഒരു കാലത്തും കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം കനകോല് മനസ്സിലാക്കിയിട്ടില്ല. കൂടാതെ ഇതിൻ്റെ ചരിത്രവും കനകോല് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കാര്യം, കുരുവിനാൽ ഗോവിന്ദൻ മാരാർ എന്ന് പറയുന്ന പഴയ BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റുണ്ട്. അദ്ദേഹം OBC വിഭാഗത്തിൽ നിന്നുള്ളൊരു പ്രസിഡൻ്റാണ്. അപ്പോൾ ആ KG മാരാർ എന്നറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അദ്ദേഹം 1934 മുതൽ 1995 വരെ ജീവിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ പറശ്ശിനിക്കടവാണ് അദ്ദേഹത്തിൻ്റെ നേറ്റീവായിട്ടുള്ള പ്ലേസ്. അവിടെ അദ്ദേഹം 1991 കേരള അസംബ്ലി ഇലക്ഷനിൽ അദ്ദേഹം വളരെ കോലീബി സഖ്യം എങ്ങനെയാണ് ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഇത് വ്യാപകമായ തോതിൽ ഡിഫൻസായി പ്രതിരോധമായി ഉയർത്താനായിട്ട് യഥാർത്ഥത്തിൽ CPMന് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ BJPയുമായിട്ട് ചർച്ചയ്ക്ക് വരുമെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നില്ല. പക്ഷെ അവർ ഞങ്ങൾ ചർച്ചയ്ക്ക് വരികയും ഞങ്ങൾ അവരോട് സഹകരിക്കുകയും ചെയ്തു. ഞങ്ങൾ ആത്മാർത്ഥമായി നിന്നു. പക്ഷേ എന്നിട്ട് പോലും അവർ ഞങ്ങളെ വഞ്ചിച്ചു എന്ന് പറഞ്ഞാൽ കോൺഗ്രസും ലീഗും BJPയും തമ്മിൽ ഒരു സഖ്യമുണ്ടായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ തന്നെ, ഓട്ടോബയോഗ്രഫിയിൽ തന്നെ എഴുതി വെച്ചേക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എഴുതി വെക്കുന്നത് മാത്രമല്ല അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്. അടുത്ത പ്രശ്നം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന
വേണു ബാലകൃഷ്ണനും ഉമ്മൻചാണ്ടിയുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അതെൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളടുത്ത് കാണുന്നത് നല്ലതാണ്. ആ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് അതിൽ ഉത്തരം മുട്ടി യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടി എഴുന്നേറ്റ് പോകുന്ന ദൃശ്യമാണുള്ളത്. സാധാരണ ഉമ്മൻചാണ്ടി വളരെ സ്നേഹത്തോടും കരുണയോടും കൂടിയൊക്കെ ആളുകളോട് പെരുമാറുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അദ്ദേഹത്തിന് ചില ചോദ്യങ്ങൾക്ക്, വേണു ബാലകൃഷ്ണൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാതെ പോവുകയാണ്. ആ ഉത്തരമില്ലാതെ പോകുമ്പോൾ അതിൽ വേണു ബാലകൃഷ്ണൻ ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ആ ചോദ്യം എന്ന് പറയുന്നത്, മാറാട് കലാപത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഇടതുപക്ഷം 6 തവണയാണ് കേന്ദ്രത്തിന് കത്തെഴുതിയത് CBI അന്വേഷണം ആവശ്യപ്പെട്ടു. പക്ഷേ നിങ്ങൾ എന്തുകൊണ്ടാണ് അതിൽ തുടർ നിലപാട് എടുക്കാത്തത് എന്ന് പറയുന്ന ചോദ്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ഈ പറയുന്ന UDFനെയും അതുപോലെ തന്നെ കോൺഗ്രസിനെയും ഒക്കെ പ്രതിരോധത്തിലായി നിൽക്കുകയാണ്. ഒന്നാമത്തെ കാര്യം, കോൺഗ്രസിൽ ഇതിനൊന്നും കൃത്യമായിട്ടുള്ള മെഷീനറി ഇല്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിവുള്ളവരോ കൃത്യമായി ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുന്നവരോ അല്ലെങ്കിൽ കൃത്യമായി ഡിഫെൻഡ് ചെയ്യാൻ കഴിയുന്നവരോ ഒന്നുമില്ല. ഇനി 1990കളിൽ ഈ തരത്തിലുള്ള കൊലീബി സഖ്യം ഉണ്ടായിരുന്നുവെങ്കിൽ ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടിയുണ്ട്. 1960ൽ EMSനെതിരെ പട്ടാമ്പിയിൽ മത്സരിക്കുമ്പോൾ RSSൻ്റെ ഈ പറഞ്ഞ പോലെ ആളുകളാണ് മത്സരിച്ചിട്ടുള്ളത്. അതിനോട് കൂട്ടുനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസും അതുപോലെയുള്ള ആളുകൾ ചെയ്തിട്ടുള്ളത്. 1971ൽ AKGക്കെതിരെ പാലക്കാട് ഇത് തന്നെ ചെയ്തിട്ടുണ്ട്. കോൺഗ്രസും ജനസംഘവും ഒരുമിച്ച് മത്സരിച്ചിട്ടുണ്ട്. 2016ൽ ഈ പറയുന്ന പോലെ നേമത്ത് അക്കൗണ്ട് പൊട്ടിച്ചതും ഞങ്ങളാണ്. നിങ്ങളുടെ വോട്ടുകൾ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കണക്കുകളൊന്നും ഇപ്പോൾ ഉദ്ധരിക്കുന്നില്ല. കണക്കുകളൊക്കെ നോക്കിയാൽ എൻ്റെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. കാരണം ഒറ്റയടിക്ക് 40,000-ഓളം ഉണ്ടായിരുന്ന വോട്ടുകൾ 13,000-ആയി കോൺഗ്രസിൻ്റെ ചുരുങ്ങുകയും അത്രയും വോട്ടുകൾ BJPയിലേക്ക് എത്തുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ തന്നെ തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ടുകൾ, കോൺഗ്രസിന് വോട്ടുകൾ കൂടുന്നതുമൊക്കെ കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഒളിഞ്ഞും തെളിഞ്ഞും കരുണാകരൻ മുതൽ ഇതുവരെയുള്ള നേതാക്കൾ ഇത്തരത്തിൽ RSSുമായും സംഘപരിവാറുമായും ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. കൂടാതെ 2024ൽ തൃശ്ശൂരിലേക്ക് എത്തുമ്പോൾ ഞാനടക്കമുള്ള ആളുകൾ നേരത്തെ വിശ്വസിച്ചിരുന്നത് പോലെയല്ല, നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയുന്നവരെ 16,000-ഓളം വോട്ടുകൾ സുനിൽകുമാറിന് കൂടുകയും എന്നാൽ ഈ പറയുന്ന പോലെ വലിയ തോതിൽ 80,000-ലധികം വോട്ടുകൾ കോൺഗ്രസിന് കുറയുകയും അത്തരം വോട്ടുകളൊക്കെ തന്നെ വളരെ കൃത്യമായി സുരേഷ് ഗോപിയിലേക്ക് എത്തുകയും ചെയ്യുകയാണ്. അതിലൊന്നും ഒരു ഡീലുണ്ട് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇതെല്ലാം ഞാൻ പറഞ്ഞു വെക്കുമ്പോഴും തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എൻ്റെ അടുത്തൊരു ചോദ്യം കൂടി ഉണ്ടാക്കാം. ആ ചോദ്യത്തിന് കൂടി ഞാൻ ഉത്തരം പറയുന്നു. മിക്കവാറും BJPയുടെ വോട്ടുകൾ കേരളത്തിൽ കുറയുകയും CPMൻ്റെ വോട്ടുകൾ കൂടുകയും LDFൻ്റെ വോട്ടുകൾ കൂടുകയും ചെയ്യും. ഇത് ഇപ്പോഴല്ല സംഭവിച്ചേക്കുന്നത്. 2016ൽ BJPക്ക് 30 ലക്ഷം വോട്ടുകൾ ഉണ്ടായിരുന്നു. 2021ലേക്ക് എത്തിയപ്പോൾ അവർക്ക് 26 ലക്ഷം വോട്ടുകൾ ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ 4 ലക്ഷം വോട്ടുകൾ ഉണ്ടായില്ല. അത് സ്വാഭാവികമായിട്ടും LDFിലേക്ക് കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ LDF അതുകൊണ്ട് മാത്രമല്ല ജയിച്ചത്. LDFും UDFും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 12 ലക്ഷത്തോളം വോട്ടുകളാണ്. അപ്പോൾ അത്തരത്തിൽ 12 ലക്ഷത്തോളം വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. ഇത്തവണ കഴിഞ്ഞ ലോക്സഭയിൽ 38 ലക്ഷത്തോളം വോട്ടുകളുണ്ട് BJPക്ക്. തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ ലോക്കൽ ബോഡിയിലേക്ക് വന്നപ്പോൾ അത് 31.7 ലക്ഷം വോട്ടുകളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഏതാണ്ട് 7 ലക്ഷം 6 ലക്ഷത്തോളം വോട്ടുകൾ കാണാതായി എന്നുള്ളത് നമുക്കറിയാം. സ്വാഭാവികമായിട്ടും ഒരു തെരഞ്ഞെടുപ്പിൽ ലോക്സഭയിൽ കിട്ടുന്ന വോട്ടുകൾ അവർക്ക് ഒരിക്കലും നിയമസഭയിൽ കിട്ടില്ല. നിയമസഭയിൽ ഇത്തവണ മിക്കവാറും കഴിഞ്ഞ തവണ കിട്ടിയതുപോലെ ഒരു 14-15%, 13-15% വോട്ടുകളെ കിട്ടാൻ അവർക്ക് സാധ്യതയുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം UDF വന്നിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുസ്ലിം ലീഗിനൊക്കെ വലിയ പ്രാമുഖ്യം കിട്ടുന്ന, ജമാഅത്ത് ഇസ്ലാമിക്കൊക്കെ പ്രാമുഖ്യം കിട്ടുന്ന, SDPIക്കൊക്കെ പ്രാമുഖ്യം കിട്ടുന്ന, ഇതുപോലെയുള്ള കൈകാൽബെട്ട് ടീംസിനൊക്കെ പ്രാമുഖ്യം കിട്ടുന്ന ഒരു ഭരണമായിരിക്കും എന്ന് പറയുന്ന ഭയം ജനങ്ങളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വോട്ടുകൾ കുറയും. ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, മുസ്ലിം വോട്ടുകൾ പോലും കൺസോളിഡേറ്റഡായി ഇവരുടെയിലേക്ക് പോകാനിടയില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, നിരവധി സുന്നി സംഘടനകൾ അടക്കമുള്ള ആളുകൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജികളുമായിട്ടൊക്കെ തന്നെ വലിയ കടുത്ത നിശിതമായ എതിർപ്പുള്ളവരാണ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുസ്ലിം വിശ്വാസികൾ തന്നെ അവർ വിശ്വാസികളായി പോലും പരിഗണിക്കാൻ കഴിയില്ല. അവരെ പോലും ശരിയാക്കണം എന്നുള്ളതാണ്. കാരണം അവർ ദൈവരാജ്യത്തിന് വേണ്ടി, മതരാഷ്ട്രത്തിന് വേണ്ടി ശ്രമിക്കാത്തവരാണെങ്കിൽ എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം കാരണങ്ങളൊക്കെ തന്നെ വലിയ തോതിൽ ചർച്ചയാകാനും ഇത് UDFനും അതുപോലെ പ്രതിപക്ഷത്തിനുമൊക്കെ തന്നെ തിരിച്ചടിയാകാനും മാത്രമേ പോകുമായിരിക്കൂ, ഏറ്റവും കുറഞ്ഞ പക്ഷം തെക്കൻ കേരളത്തിലെങ്കിലും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങൾക്കിടക്ക് തന്നെ ഇത് വലിയ തോതിൽ പ്രശ്നമുണ്ടാകും എന്ന് മാത്രമല്ല, മുസ്ലിം സഹോദരന്മാരായിട്ടുള്ള 99% പേരും ഈ ജമാഅത്തെ ഇസ്ലാമിക്കെതിരാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് പോലും ഇത് വലിയ തോതിലുള്ള അനിഷ്ടമുണ്ടാക്കാനേ സഹായിക്കൂ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഒരേ ഒരു ഗുണമുണ്ടാകാൻ പോകുന്നത് പാലക്കാട് ഇത് ഒരുപക്ഷെ UDFനെ ഗുണം ചെയ്തേക്കും. കാരണം
രമേഷ് പിഷാരടി ചിലപ്പോൾ രക്ഷപ്പെടാനായിട്ട് ഇത് സഹായിക്കും എന്നുള്ളതാണ്. പക്ഷെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഓർമ്മപ്പെടുത്തലുകൾ, അതിനിശ്ചിതമായ വിമർശനങ്ങൾ CPM-ൻ്റെ ഭാഗത്തുനിന്ന് വളരെ തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലും രാഷ്ട്രീയം ശ്രദ്ധിക്കുന്ന നിഷ്പക്ഷരായിട്ടുള്ള ആളുകളും പുതിയ തലമുറയും ഒക്കെ ചർച്ച ചെയ്യും എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കൊണ്ടുപോകാനാണ് ഈ ഡീൽ വിവാദം യഥാർത്ഥത്തിൽ സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് പ്രതിപക്ഷത്തിന് തന്നെ തിരിഞ്ഞുകുത്തുകയും ഇത് സംവാദങ്ങൾ മൂർച്ഛിക്കുമ്പോൾ അവർക്ക് മറുപടികൾ ഇല്ലാതാവുകയും ചെയ്യും.